ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമുക്ക് പുതിയ ടോപ്പിക്കാണ് റൊമറ്റോളജിയാണ്. റൊമറ്റോളജി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഏരിയ ആണ്. ബാക്കി സിസ്റ്റംസ് പോലെ നമ്മളെപ്പോഴും കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതായിട്ടൊക്കെ ഉള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് MCQ പാർട്ട് കുറേ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് റൊമറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ റൊമറ്റോളജി എന്ന് പറയുമ്പോൾ ഏതൊക്കെ മെഡിക്കൽ ഡിസോർഡേഴ്സ് ആണ് അതിനകത്ത് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മസ്കുലോ സ്കെലറ്റൽ ഓർ ലോക്കോമോട്ടർ സിസ്റ്റം റിലേറ്റ് ചെയ്ത ഡിസീസസ്, കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ്, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ റൊമറ്റോളജിയിൽ വരുന്ന കോമൺ ഡിസോർഡേഴ്സിന് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് ഉണ്ട്, ഡീജനറേറ്റീവ് ഡിസീസസ് ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് ഉണ്ട്, പിന്നെ വെർട്ടിബ്രൽ കോളത്തിനെ എഫക്ട് ചെയ്യുന്ന ഡിസീസസ്, വാസ്കുലൈറ്റിസ്, സിസ്റ്റമിക് വാസ്കുലൈറ്റിസ്, പിന്നെ മറ്റ് മൾട്ടി സിസ്റ്റം ഡിസീസസ്. ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത് ജോയിൻസിനെ എഫക്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മസിൽസിനെ എഫക്ട് ചെയ്യുന്നതാവാം, ടെൻഡൻസിനെ എഫക്ട് ചെയ്യുന്നതാവാം, പേഷ്യനെ എഫക്ട് ചെയ്യുന്നതാവാം. ഓക്കെ, പിന്നെ ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ്, ഇതിനെക്കുറിച്ച് മസിൽസിനെയൊക്കെ എഫക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കുറേയൊക്കെ CNSലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പോർഷൻസ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യും. ബേസിക്കലി നമ്മൾ ജോയിൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഡിസീസസ് ആയിരിക്കും, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഡീൽ ചെയ്യുന്നത്. പിന്നെ ഡീജനറേറ്റീവ് ഡിസീസ് അതിന് ഒരു എക്സാമ്പിളാണ് OA എന്ന് പറയുന്നത്. പിന്നെ കുറേ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് ഉണ്ട്, വാസ്കുലൈറ്റിസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ നമുക്ക് ഡീൽ ചെയ്യാം. അപ്പോൾ ഇതൊരു ചെറിയൊരു ക്ലാസിഫിക്കേഷനാണ്. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിന് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ്. അതുപോലെ സ്പോണ്ടൈലോ ആർത്രോപെറ്റീസ്, അപ്പോൾ അതെല്ലാം ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ ക്രിസ്റ്റൽ ആർത്രൈറ്റിസിൽ വരുന്നതാണ് ഗ്ലൗട്ട്, സ്യൂഡോ ഗ്ലൗട്ട്. ഇതൊക്കെ ക്രിസ്റ്റൽ ആർത്രൈറ്റിസിൻ്റെ അവിടെ ചില ഡെപ്പോസിഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് ദേ ആർ കമ്മിങ് അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റൽ ആർത്രൈറ്റിസ്. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഹെപ്പറ്റോളജിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ് ലൂപ്പസ്, അതുപോലെ തന്നെ സ്ക്ലിയോഡെർമ, ദെൻ ഓട്ടോ ഇമ്മ്യൂൺ മയോസൈറ്റിസ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ബേസിക്കലി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോയിൻസിൻ്റെ നമ്പർ അനുസരിച്ച്, അതായത് എത്ര ജോയിൻസിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നതിൻ്റെ ബേസിസിൽ നമുക്ക് ആർത്രൈറ്റിസിനെ ഇതുപോലെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മോണോ ആർട്ടിക്കുലാർ, പിന്നെ ഉള്ളത് പോസി അല്ലെങ്കിൽ ഒളിഗോ ആർട്ടിക്കുലാർ, പോളി ആർട്ടിക്കുലാർ. മോണോ ആർട്ടിക്കുലാർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഉണ്ട്, ഇറ്റ് ഈസ് എഫക്റ്റിംഗ് എ സിംഗിൾ ജോയിൻറ്റ്, ഒറ്റ ജോയിൻറ്റിനെ മാത്രം എഫക്ട് ചെയ്ത് വരുന്നതാണ് മോണോ ആർട്ടിക്കുലാർ എന്ന് പറയുന്നത്. പോസി അല്ലെങ്കിൽ ഒളിഗോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 4 ജോയിൻറ്റ്സ്, അതായത് 5 ബിലോ ആയിട്ട് വരുന്ന ജോയിൻറ്റ്സിനെയാണ്. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില ഡിസീസ് കണ്ടീഷൻ പഠിക്കുമ്പോൾ ഇത് ഒളിഗോ ആർത്രൈറ്റിസ് വെറൈറ്റിയാണ്, അല്ലെങ്കിൽ ഇത് പോളി ആർത്രൈറ്റിസ് വെറൈറ്റി ആണെന്നൊക്കെ പറയും. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, പിന്നെ പോളി ആർട്ടിക്കുലാർ എന്ന് പറയുമ്പോൾ ഇഫ് മോർ ദാൻ 5 joints are affected, or 5 or more than 5 joints are affected, they can be classified under പോളി ആർട്ടിക്കുലാർ വെറൈറ്റി. അപ്പോൾ ഈ പോളി ആർട്ടിക്കുലാറിലാണ് നമ്മൾ സാധാരണ കാണുന്ന OA, RA, അതുപോലെ SLE ഇതെല്ലാം വരുന്നത് പോളി ആർട്ടിക്കുലാറിൻ്റെ അകത്താണ്. ഒളിഗോ ആർത്രൈറ്റിസിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മുടെ റിയാക്റ്റീവ് ആർത്രൈറ്റിസ്. സ്പോണ്ടൈലോ ആർത്രോപ്പതീസ് ഒക്കെ ഒട്ടുമിക്കതും ഒളിഗോ ആർത്രൈറ്റിസ് വെറൈറ്റിയിൽ വരുന്നതാണ്. ലൈക്ക് പീറ്റേഴ്സ് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, അതുപോലെ IBD ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എൻട്രോപ്പതിക് ആർത്രൈറ്റിസ്, ഇതൊക്കെ ഒളിഗോ ആർത്രൈറ്റിസ് വെറൈറ്റിയിൽ വരുന്നത്. ഇനി മോണോ ആർട്ടിക്കുലാർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ജോയിന്റിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഗൗട്ട്, അതുപോലെ ആൻകൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്. ഓക്കെ, പിന്നെ പെർത്തീസ് ഡിസീസ്. ആൻകൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുമ്പോൾ അവിടെ സ്പൈനാണ് കൂടുതലും, സെക്രോ ഇലിയാക് ജോയിന്റ് ആണ് കൂടുതലും അഫക്റ്റഡ് ആവുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പെർത്തീസ് ഡിസീസ് കൊണ്ട് ഹിപ്പാണ് അവിടെ എഫക്ട് ചെയ്യുന്നത്. ലൈംസ് ഡിസീസിൽ അതുപോലെ ലൈം ഡിസീസിൽ ലാർജർ ജോയിൻസിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും കൂടുതലും എഫക്റ്റ് ആവുന്നത്. പിന്നെ ഹീമോഫിലിക് ആർത്രൈറ്റിസ് വരുമ്പോൾ നീ ആണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും സിംഗിൾ ജോയിൻസിനാണ് എഫക്ട് ചെയ്യുന്നത്. അതൊരു മോണോ ആർട്ടിക്കുലർ വെറൈറ്റിയിലാണ് വരുന്നത്. ഓക്കെ, നമുക്ക് അതിൽ ആദ്യം ഡിജനറേറ്റീവ് ആർത്രൈറ്റിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏതായിരുന്നു?
ഓയിൽ. ഒ എ. അപ്പൊ നമുക്ക് അതിൽ ഒ എ നമുക്ക് അത് നോക്കാം. ഇപ്പോൾ ഒ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമൺ ആണ്, നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്, എപ്പോഴും കാണുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ MCQs മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ആർത്രൈറ്റിസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. ഓക്കെ, അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ പെത്തോളജിക്കൽ ഫീച്ചർ എന്താണ്? വാട്ട് ഇസ് ദ പെത്തോളജി ബിഹൈൻഡ് ഒ എ? എന്താണ് പെത്തോളജി? ഓയിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട, എന്താ അറിയുന്നുള്ളത് പറഞ്ഞാൽ മതി. ഓയിൽ എവിടെ ഡീജനറേറ്റീവ് അഫക്ഷൻ ഫേസ് വരുന്നത്? പ്രൊഡക്ട്സ്. എന്താണ് കേട്ടില്ല, ഒന്നുകൂടെ പറയാം. ഏജ് റിലേറ്റഡ് എന്നാണോ പറഞ്ഞത്? ശരിക്കും കേട്ടില്ല. ഹെർബൻസ് നോട്ട്സ്. ഓക്കെ, ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്താണ് അതിന്റെ പെത്തോളജി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓയയുടെ പെത്തോളജി എന്താണെന്ന്. ഹെവഡൻസ് നോട്ട്സ് ഒക്കെ ഉണ്ട്, ശരിയാണ്. കാർട്ടിലേജ് ഡീഗ്രഡേഷൻ. ആ, കാർട്ടിലേജിന് അപ്പൊ ഡീജനറേഷൻ, ബോൺസ് കാർട്ടിലേജ് തമ്മിൽ നശിച്ചു പോകുന്നതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള പെത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു നോർമൽ നീ ജോയിന്റിന്റെ സ്ട്രക്ചർ ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പം നീനെയാണ് ഇത് കൂടുതലും അഫക്ട് ചെയ്യുന്നത്. അത് വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്സിനെയാണ് ഇത് കൂടുതലായിട്ടും അഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മുട്ടുകളെയാണ് ഇത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ ജോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ സൈനോവിയൽ ജോയിന്റ്സ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ടാവും, ജോയിന്റ് ക്യാപ്സ്യൂൾ ഉണ്ടാവും, അതുപോലെ രണ്ട് ബോൺസും തമ്മിൽ ചേർന്ന് വരുന്ന ഏരിയാസിൽ നമുക്ക് ആർട്ടിക്കുലർ കാർട്ടിലേജ് ഉണ്ടാവും. അപ്പൊ ഈ ആർട്ടിക്കുലർ കാർട്ടിലേജിന്റെ ഡീജനറേഷൻ ആണ് ഇതിന്റെ ഹോൾമാർക്ക് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആൻഡ് ഡീജനറേഷൻ ഓഫ് ആർട്ടിക്കുലർ കാർട്ടിലേജ് ഈസ് ദ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ഓയിൽ. അത് മാത്രമല്ല അതിന്റെ പ്രത്യേകതകൾ. ഇതിൽ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ജോയിന്റ്, റൈറ്റ് സൈഡിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ജോയിന്റ് ആണ് കാണുന്നത്. ആ സ്ലൈഡ് വന്നിട്ടുണ്ടോ? ഇതിൽ കാണുന്നുണ്ടോ? യെസ് വന്നിട്ടുണ്ട് മാം. ഡോക്ടർ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഒരു നോർമൽ ജോയിന്റ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതൊരു ആർട്ടിക്കുലർ കാർട്ടിലേജ് ആണ്, ഇതൊരു സൈനോവിയൽ മെംബ്രെയിൻ ആണ്, ഇതിന് പുറത്തൊരു ജോയിന്റ് ക്യാപ്സ്യൂൾ ഉണ്ട്. ഓക്കെ, ഈ ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്തിനായിരുന്നു? ഈ രണ്ട് നമ്മുടെ ജോയിന്റ്സ് മൂവ് ചെയ്യുമ്പോൾ അവരുടെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ജോലി. ഇതിന്റെ അകത്ത് സൈനോവിയൽ ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊരു നോർമൽ സ്ട്രക്ചർ ആണ്, അതിൻ്റെ ഇടയ്ക്ക് നോർമൽ ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഞാൻ പറഞ്ഞു ആർട്ടിക്കുലർ കാർട്ടിലേജിനാണ് ആദ്യം പ്രശ്നം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു, ഡീജനറേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഏർലി ഫോക്കൽ ഡീജനറേറ്റീവ് ലീഷൻ ദാറ്റ് ഈസ് അപ്പിയറിംഗ് ഇൻ ആർട്ടിക്കുലർ കാർട്ടിലേജ്. ഇനി അതിന്റെ അടിയിലുള്ള ബോണിന് എന്താ സംഭവിക്കുന്നത്? ഈ കാർട്ടിലേജിന്റെ അടിയിൽ സബ് കോൺട്രൽ ബോൺ സിസ്റ്റ് അല്ലെങ്കിൽ ഫോക്കൽ ലോസ് ഓഫ് ബോൺ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ സ്ട്രക്ചർ അല്ല ഇവിടെ എന്ന് വെച്ചാൽ ഈ കാർട്ടിലേജിന്റെ അടിയിലിരിക്കുന്ന ഭാഗത്തിന് ചില ഭാഗങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ക്യാപ്സ്യൂള് തിക്കുണ്ടായി, സൈനോവൈറ്റിസ് ഉണ്ടായി, ഒക്കെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായി, സൈനോവൈറ്റിന് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായി. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ എക്സ്റേ ഒക്കെ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒന്നാണ് ഈ ഓസ്റ്റിയോഫൈറ്റ്സ് അല്ലേ. അപ്പോൾ ഓസ്റ്റിയോഫൈറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ലൂസ് ബോഡീസ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ ഓസ്റ്റിയോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺട്രൽ ബോഡി ഔട്ട് ഗ്രോത്ത് ഫോം ചെയ്യും. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറെ ഫോക്കൽ ലോസ് ഓഫ് ബോൺ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ബോൺ ടേൺ ഓവർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓൾട്ടേർഡ് ബോൺ ടേൺ ഓവർ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സ്ക്ലീറോസിസ് ആയിട്ട് നമുക്ക് കിട്ടും. സ്ക്ലീറോസിസിന് കുറച്ച് കട്ടിയുള്ള ഏരിയ ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇനി ഓസ്റ്റിയോഫൈറ്റ്സ് ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും? പൊട്ടി ഈ കാർട്ടിലേജിന്റെ ഭാഗം അല്ലെങ്കിൽ ബോൺസിന്റെ ഭാഗമൊക്കെ ഈ ക്യാവിറ്റിയിലോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ പറയുന്ന ലൂസ് ബോഡീസ് അല്ലെങ്കിൽ ജോയിന്റ് മൈസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിനെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിന്റെ പെത്തോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. മെയിൻലി നോക്കിയാൽ ഫോക്കൽ ഡീജനറേറ്റീവ് ലീഷൻസ്, പിന്നെ ഉള്ളത് സബ് കോൺട്രൽ ബോൺ സിസ്റ്റം അല്ലെ, ബോൺ ലോസും ഉണ്ടാവും, അതിന്റെ പിന്നീട് ബോൺ ടേൺ ഓവർ ഉണ്ടായിട്ട് സ്ക്ലീറോസിസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ. ഇത്രയെങ്കിലും മെയിനായിട്ട് ഓർത്തിരിക്കുക.
Okay, so it is characterized by focal loss of articular cartilage, subchondral osteosclerosis. ചില ഭാഗങ്ങളിൽ ബോണിന് തിക്നെസ് ഉണ്ട്, അതാണ് ഈ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. പിന്നെ ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ, ജോയിന്റ് മാർജിൻസിൽ ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ, അതാണ് നമുക്കിങ്ങനെ നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ബോൺസിന്റെ അറ്റത്ത് ഇങ്ങനെ കൊമ്പ് പോലെ നമുക്ക് കാണുന്നതാണ് ഈ ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ അറ്റ് ജോയിന്റ് മാർജിൻസ്. പിന്നെ ഉള്ളത് എന്താണ്, കംപ്ലീറ്റ്ലി നമുക്ക് ഇവിടെ ഉള്ള നോർമൽ ഫിഗർ അല്ല, അല്ലെ, നോർമൽ നീ ജോയിന്റ് അല്ല ഇവിടെ കാണുന്നത്. അപ്പൊ ജോയിന്റിന്റെ സ്ട്രക്ചറെ അങ്ങ് മാറിപ്പോകും, ദർ വിൽ ബി റീമോഡലിംഗ്. ഓക്കെ, അപ്പോൾ ഒ എ വന്നിട്ടുള്ളവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, മുട്ടൊക്കെ നല്ല സ്വെല്ലിങ് ചെയ്ത് കാലിനൊക്കെ വളവൊക്കെ സംഭവിച്ച് അല്ലേ. അപ്പൊ അങ്ങനെ, അതായത് ജോയിന്റ് ഡീഫോമിറ്റി, ജോയിന്റിന് മൊത്തത്തിൽ ഒരു കോൺടൂറെ അങ്ങ് മാറിപ്പോകും. അതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ പ്രത്യേകത. സോ ഇറ്റ് ഇസ് എ ഡീജനറേറ്റീവ് കണ്ടീഷൻ. ഇതിന്റെ ടൈപ്സ് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഇതിന്റെ പെത്തോളജിക്കൽ ചേഞ്ച് പറയാൻ കാരണം അത് ചോദിക്കാം. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാം. പിന്നെ ഉള്ളത് ഇതിന്റെ ടൈപ്സ് ആണ്. ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ഒ എ ഉണ്ട്, സെക്കൻഡറി ഒ എ ഉണ്ട്. അപ്പോൾ പ്രൈമറി ഒ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡെഫിനിറ്റീവ് കോസ് പറയാനില്ലാത്ത ഒ എ വരുന്നതിനാണ് നമ്മൾ ഇറ്റ് മേ ബി ഡ്യൂ ടു an idiopathic കോസ്. ഓക്കെ, പിന്നെ ഉള്ളത് അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ദാൻ ദ സെക്കൻഡറി വൺ. സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തിനെങ്കിലും ആസ്പദമാക്കി അതിന് സെക്കൻഡറി ആയിട്ട് വരുന്നതാണ്, ലൈക്ക് ട്രോമ, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി ആർട്രോപ്പതി. അപ്പോൾ അതിനുശേഷം വരുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ഒ എ എന്ന് പറയുന്നത്. അപ്പോൾ ഒ എ ഉള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒബിസിറ്റി അതിൻ്റെ ഒരു സ്ട്രോങ്ങസ്റ്റ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടറാണ്. അതുപോലെ ഏജ് ഒരു റിസ്ക് ഫാക്ടറാണ്. അതുപോലെ റെപ്പറ്റേറ്റീവ് ജോയിന്റ് സ്ട്രെസ്, മുട്ടൊക്കെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നവർക്ക് പറയാറില്ലേ, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നവർക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് വരാം യൂറോപ്യൻ ഉപയോഗിക്കുന്നതിനേക്കാളും. അപ്പോൾ അങ്ങനെ ജോയിന്റ് സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച്, ഇപ്പോൾ ഡാൻസിങ് ചെയ്യുന്നവർക്ക്, ഒരുപാട് വാക്കിങ് ചെയ്യുന്നവർക്ക്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ സാധ്യത കൂടുതലാണ്, അതായത് റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഇതിൻ്റെ കോമൺലി എഫക്റ്റഡ് ജോയിൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഇവിടെ തൊട്ടാണ് നമുക്ക് MCQ പാർട്ട് വെച്ച് നോക്കിയാൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറഞ്ഞ വെയിറ്റ് ബിയറിംഗ് ജോയിൻറ്റ്സിനെ നമുക്ക് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ കൂടുതലും അഫക്റ്റഡ് ആവുന്നത് മുട്ട്, പിന്നെ അതുപോലെ ഹിപ്പ്, സെർവൈക്കൽ ഏരിയ, ലെംബോസേക്രൽ ഏരിയ അല്ലേ. അതിന് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്നും ലെംബർ സ്പോണ്ടൈലോസിസ് എന്നൊക്കെ പറയും. പിന്നെ ഉള്ളത് ഫസ്റ്റ് മെറ്റാടാർസോ ഫെലാൻജിയൽ ജോയിൻറ്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിൽ മോസ്റ്റ് കോമൺ ഏത് ജോയിന്റ് ആണ്, ഓയിൽ എഫക്റ്റഡ് ആവുന്ന മോസ്റ്റ് കോമൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് നീ ജോയിന്റ് ആണ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ MCP മെറ്റാകാർപ്പോ ഫെലാൻജിയൽ ജോയിന്റ്സ് ഒന്നും തന്നെ ഇൻവോൾവ് ചെയ്യുന്നില്ല എക്സെപ്റ്റ് ബേസ് ഓഫ് ദി ടങ്. ഓക്കെ, അതുകൊണ്ടാണ് ഫസ്റ്റ് കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. ബാക്കി മെറ്റാകാർപ്പോ ഫെലാൻജിയൽ ജോയിന്റ്സ് ഒന്നും തന്നെ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നില്ല. ആൻഡ് റിസ്റ്റ് ഓൾസോ എക്സ്പയർ ജോയിന്റ്സ് ആണ് ഇതിൽ അഫക്റ്റഡ് ആവാത്തതെന്ന് കൂടി ഓർത്തിരിക്കുക. റിസ്റ്റും അതുപോലെ തന്നെ മെറ്റാകാർപ്പോ ഫെലാൻജിയൽ ജോയിന്റ്, ബട്ട് ദർ വിൽ ബി ഇൻവോൾവ്മെന്റ് ഓഫ് ദി ബേസ് ഓഫ് ദി തങ്. ഓക്കെ, പിന്നെ നമ്മുടെ ഹാൻഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാൻഡ്സിന്റെ സ്മോൾ ജോയിന്റ്സിനെയൊക്കെ എഫക്ട് ചെയ്യുക. ആ ഹാൻഡ്സിലുള്ള സ്മോൾ ജോയിന്റ്സ് ആണ് PIP ജോയിന്റ്, അല്ലെങ്കിൽ പ്രോക്സിമൽ ഇന്റർഫെലാൻജിയൽ ജോയിന്റ്സ്, ഡിസ്റ്റൽ ഇന്റർഫെലാൻജിയൽ ജോയിന്റ്സ് ഒക്കെ. അപ്പോൾ ഇതിൽ ഡിസ്റ്റൽ ഇന്റർഫെലാൻജിയൽ ജോയിന്റ്സ് രണ്ടും എഫക്റ്റഡ് ആവാം, ബട്ട് ഡിസ്റ്റൽ ഇന്റർഫെലാൻജിയൽ ജോയിന്റ്സ് ആർ മോർ കോമൺലി എഫക്റ്റഡ് ഇൻ ഓയിൽ. ഓക്കെ, അപ്പോൾ ഈ പറയുന്നത് ഓർത്തിരിക്കുക. ഡിസ്റ്റൽ ഇന്റർഫെലാൻജിയൽ ജോയിന്റും പ്രോക്സിമൽ ഇന്റർഫെലാൻജിയൽ ജോയിന്റും രണ്ടും എഫക്ട് ചെയ്യും. പക്ഷെ DIP ജോയിന്റ്സ് ആണ് ഇതിൽ കൂടുതലും എഫക്റ്റഡ് ആവുന്നത്. ഇനി അടുത്ത രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹെബേർഡൻസ് നോഡ് ആൻഡ്, നേരത്തെ ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഹെബേർഡൻസ് നോഡ് ആൻഡ് ബൗച്ചാർട്ട് നോഡ്. അപ്പം ഇത് രണ്ടും ഓയയുടെ ഫീച്ചറാണ്. എന്ന് വെച്ചാൽ there will be bony enlargement. ഈ പറയുന്ന PIP ജോയിന്റിലും DIP ജോയിന്റിലും എൻലാർജ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ആ എൻലാർജ്മെന്റിന് ഒരു പേരിട്ട് വിളിക്കുകയാണ്, ദാറ്റ് ഈസ് ഹെബേർഡൻസ് നോഡ് ആൻഡ് ബൗച്ചാർട്ട് നോഡ്. അതിൽ എവിടെ വരുന്നതിന് ഏത് പേരാണ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ PIP ജോയിന്റ്സിന് വരുന്ന ബോണി എൻലാർജ്മെന്റ് ബൗച്ചാർട്ട് നോഡും, DIP ജോയിന്റ്സിനാണെങ്കിൽ ഹെബേർഡൻസ് നോഡ്. ഓക്കെ, ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കോഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിക്കുക. ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി ഓർത്ത് വെച്ചിരിക്കുന്നത് BP എന്നാണ്, ബൗച്ചാർട്ട് നോഡ് PIP ജോയിന്റ്.
ബാക്കി പിന്നെ ഓർക്കാമല്ലോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ന്യൂമോണിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ന്യൂമോണിക്കൊക്കെ വെച്ച് പഠിക്കുന്നതാണ് കുറച്ചും കൂടി നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും, പിന്നീടൊന്നും ഓർമ്മയുണ്ടാവും. ഓക്കെ, ചിലപ്പം കുറേ ഇതെല്ലാം പഠിച്ചതിന് ശേഷം വൗച്ചാർ നോട്ട്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരും, ഓയിലാണോ ആറയിലാണോ എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻസ് ആണ് നമ്മൾ MCQയിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പോയിന്റ്സും ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ ഒരു ലേറ്റ് സ്റ്റേജ് ആണ് അല്ലെ. ജോയിന്റ് ഡീഫോമിറ്റീസ് ഒക്കെ വന്ന് സ്വെല്ലിങ്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ജോയിന്റ്സിന്. ദിസ് ഇസ് ഹെബേർഡൻസ് നോട്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഒരു ഫിഗർ തന്നെയാണ്. ഇപ്പോൾ ഇതിൽ നോർമൽ ജോയിന്റ് സ്പേസ് ഒക്കെയാണ്. ഇവിടെ എന്താ സംഭവിച്ചത്, ബോൺ സ്പറൊക്കെ ഫോം ചെയ്തു. നമ്മുടെ ഓസ്റ്റിയോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് ഈ ബോൺ സ്പർ കേട്ടോ. ബോൺ സ്പർ, അതുപോലെ കാർട്ടിലേജ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജോയിന്റ് സ്പേസ് റിഡക്ഷൻ സംഭവിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫീച്ചേഴ്സ്. അപ്പം അതിൻ്റെ സിംറ്റംസ് ഒക്കെ അറിയാമായിരിക്കുമല്ലോ. എന്താണ്, പെയിൻ ആണ് മോസ്റ്റ് കോമൺ സിംറ്റം എന്ന് പറയുന്നത്. പെയിൻ ആണ്, ജോയിന്റിനുള്ള വേദന. ഓക്കെ, പിന്നെ മോസ്റ്റ് കോമൺ സൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്രെപ്പിറ്റസ്, ബോൺ ക്രെപ്പിറ്റസ് ആണ്. അതൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും ഒപിയിലും ക്ലിനിക്കിലും ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. അപ്പം പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, പേഷ്യൻ്റ് റെസ്റ്റ് എടുക്കുമ്പോൾ എന്തെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇത് അഗ്രവേറ്റ് ചെയ്യുന്നത്. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കുറയുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ അപ്പോൾ നമ്മൾ മോർണിംഗ് സ്റ്റിഫ്നെസ് എന്നൊരു കാര്യം പറയും. രാവിലെ എണീക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ നമ്മൾ റെസ്റ്റ് എടുത്തിട്ടൊക്കെ എണീക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു വേദന അനുഭവപ്പെടും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. പക്ഷെ മോർണിംഗ് സ്റ്റിഫ്നെസ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കിയാൽ വളരെ ബ്രീഫാണ്. അതായത് ഒരു 15 മിനിറ്റിന് താഴെ മാത്രമേ മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടാവുള്ളൂ. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ പഠിക്കുമ്പോൾ പറയും മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി അധികം സമയം ഉണ്ടാവും, ഏകദേശം ഒരു 1 hour ഒക്കെ ഉണ്ടാവുമ്പോൾ അതാണ് RA എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത്ര തന്നെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ജെൽ ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു പെയിൻ ഉണ്ടാവും. പിന്നെ കുറേ മൂവ്മെന്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് റിലീവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ജെൽ ഫിനോമിനും ഇവിടെ ബ്രീഫാണ്. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്യാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവിടേക്കുള്ള മസിൽസിനൊക്കെ അട്രോഫി ഉണ്ടാവും അല്ലെ, വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും. സോ ദർ വിൽ ബി ക്വാഡ്രീസെപ്സ് വീക്ക്നെസ് ഓർ അട്രോഫി വിൽ ബി അസോസിയേറ്റഡ് വിത്ത് നീ ഓയിൽ. അത് നീ ഓയിൽ അതുപോലെ തന്നെ ഏത് ജോയിന്റ് ആണെങ്കിലും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മസിൽസ്, കാരണം മസിൽസിന് അവിടെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മസിൽസിന് എന്ത് സംഭവിക്കും, അട്രോഫി ഉണ്ടാവും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ്, പിന്നെ നോൺ സ്റ്റിറോയിഡൽ ഡ്രഗ്സ്, ജോയിന്റ് റീപ്ലേസ്മെന്റ് ആണ് ഫൈനലി നമ്മൾ പറയുന്നത്. ഈ ആർത്രോപ്ലാസ്റ്റി ഒക്കെയാണ് നമുക്കറിയാം, മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അവസാന ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ മോസ്റ്റ് കോമൺ സിംറ്റവും മോസ്റ്റ് കോമൺ സൈനും ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ എക്സ്റേ ആണ് ഇതിന് ബേസിക് ആയിട്ട് വരുന്നൊരു ഇൻവെസ്റ്റിഗേഷൻ. ഇതിൽ എക്സ്റേ നമ്മൾ സാധാരണ കാണുന്ന എക്സ്റേ ആണ്, AP വ്യൂ, ലാറ്ററൽ വ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അതിൽ ഒരു വ്യൂ കൂടെയുണ്ട്, ദാറ്റ് ഈസ് മെർച്ചന്റ് വ്യൂ. മെർച്ചന്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടത്തിയെടുക്കുന്നതാണ് മെർച്ചന്റ് വ്യൂ. അതെന്ത് വ്യൂ ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പെറ്റല്ലോ ഫീമറൽ ജോയിന്റ് വ്യൂ ആണ്. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പെറ്റല്ലോ ഫീമറൽ ജോയിന്റ് വ്യൂ, ദാറ്റ് ഈസ് എ മെർച്ചന്റ് വ്യൂ. അപ്പോൾ എന്തൊക്കെ ഫൈൻഡിങ്സ് ഇനി പറയാൻ പോകുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ്റേ ഫൈൻഡിങ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏർലിയസ്റ്റ് ഫീച്ചർ, നമ്മൾ കുറേ ഫൈൻഡിങ്സ് എക്സ്റേ നോക്കിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ പെത്തോളജിക്കൽ ചേഞ്ച് പറഞ്ഞു. അപ്പോൾ അതിൽ ഏർലിയസ്റ്റ് ആയിട്ട് വരുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ജോയിന്റ് സ്പേസ് നാരോയിങ്. അതുപോലെ അതിൻ്റെ ഹോൾമാർക്ക് എന്ന് പറയുന്നത് ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും, ആർട്ടിക്കുലർ കാർട്ടിലേജ് പോവും, സബ്കോണ്ടൽ സ്ക്ലെറോസിസ് ഉണ്ടാവും, ജോയിന്റ് മേസണിങ് ലൂസ് ബോഡി ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏർലിയസ്റ്റ് ഫീച്ചർ ഈസ് ജോയിന്റ് സ്പേസ് നാരോയിങ്. അപ്പോൾ ഇത് ഒരു എക്സ്റേ ആണ്. ഇതിൽ കണ്ടോ, ഇങ്ങനെ കൊമ്പ് പോലെ നിൽക്കുന്നതാണ് ഈ ഓസ്റ്റിയോഫൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ ജോയിന്റ് സ്പേസ് ഒക്കെ, നോർമൽ ജോയിന്റ് സ്പേസ് ഇല്ല, ഇവിടെ ജോയിന്റ് സ്പേസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് സ്ക്ലീറോസിസ് എന്ന് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു തിക്കനിങ് സംഭവിക്കുമ്പോഴാണ് ആ ഡെൻസിറ്റി കൂടുതൽ പോലെ നമുക്ക് തോന്നും. ദാറ്റ് ഈസ് സ്ക്ലീറോസിസ്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ലീസ്റ്റ് കോമൺ സൈറ്റ് ടു ബി ഇൻവോൾവ് ഇൻ ഓയിൽ. ഇത്രയും ക്ലിയർ ആണോ?
ക്ലിയർ ആണെങ്കിൽ ഇതിന്റെ ആൻസർ Yes, ma'am. ലീസ്റ്റ് കോമൺ സൈറ്റ് ടു ബി C. ഇൻവോൾവ്. ലീസ്റ്റ് കോമൺ സൈറ്റ് D. C. D. D. സിയും ഡിയും ഒക്കെ പറയുന്നുണ്ട്. Option D. സി നമ്മൾ പറഞ്ഞു, സി വരാം, അതായത് തമ്പിന്റെ ബേസ് ഓഫ് തമ്പ് മാത്രമേ ഓയിൽ എഫക്ട് ചെയ്യുള്ളൂ. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ പറയുന്നത്. ബാക്കി മെറ്റാകാർപ്പോ ഫലാഞ്ചൽ ജോയിന്റ് മെറ്റാകാർപ്പോ ഫലാഞ്ചൽ ജോയിന്റും റിസ്റ്റും സ്പയേർഡ് ആയിരിക്കും. ഓക്കെ. A 35-year-old female patient develops involvement of proximal and distal inner phalangeal joint and first carpometacarpal joint with the sparing of wrist and MCP joint. ഇപ്പോൾ നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എളുപ്പമായിരിക്കും. അല്ലാതെ കാണുമ്പോൾ തെറ്റിപ്പോകരുത്. അവരവിടെ ഹിന്റ് തന്നിട്ടുണ്ട്. PAP ജോയിന്റ്, DIP ജോയിന്റ്, ഫസ്റ്റ് കാർപ്പോമെറ്റാകാർപ്പൽ ജോയിന്റ്, റിസ്റ്റും MCP ജോയിന്റും സ്പെയറിംഗ് ആണ്. അപ്പോൾ ഏതാണ് ആൻസർ? A. A. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഓയിൽ നമുക്ക് അത്രയൊക്കെ MCQ പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് നോക്കാം. ഇപ്പോൾ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലെ ഏറ്റവും മോസ്റ്റ് കോമൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് Audible alla doctor. ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്. മോസ്റ്റ് കോമൺ ആർത്രൈറ്റിസ് ഏതായിരുന്നു? ഹലോ, OA. ആ ഓയിൽ. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? സോ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് മോസ്റ്റ് കോമൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ പോളി ആർത്രൈറ്റിസ്. ഇപ്പോൾ OAയും പോളി ആർത്രൈറ്റിസ് വെറൈറ്റി തന്നെയാണ്. പക്ഷെ RAയുടെ പ്രത്യേകത ഇറ്റ് ഈസ് എ സിമെട്രിക്കൽ പോളി ആർത്രൈറ്റിസ് ആണ്. സിമെട്രിക്കൽ ജോയിന്റ് ഇൻവോൾവ്മെന്റ് ആണ് RAയിൽ നമ്മൾ പറയുന്നത്. പിന്നെ മെയിൽ ഫീമെയിൽ റേഷ്യോ പറയുകയാണെങ്കിൽ കൂടുതലും ഫീമെയിൽസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അത് മിഡിൽ ഏജ്ഡ് വുമനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതിന്റെ റേഷ്യോ 3:1 റേഷ്യോ. ഈ റേഷ്യോ ഒക്കെ വെച്ച് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മുന്നത്തെ AAPGT ക്വസ്റ്റ്യൻ പേപ്പറിൽ റേഷ്യോ ഉൾപ്പെടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് കോമൺ ഇൻ മിഡിൽ ഏജ്ഡ് വുമൻ 3:1 റേഷ്യോ ആണ്. അപ്പം അതിൽ പക്ഷെ നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് മാത്രമല്ല, നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസിന് കുറേ എക്സ്ട്രാ ആർട്ടിക്കുലർ ആൻഡ് എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അതായത് സിസ്റ്റമിക് ഡിസീസ് ആയിട്ട് നമുക്ക് RAയുടെ പറയാം. അപ്പോൾ മറ്റ് ഏരിയാസിനെയും കൂടി RAയിൽ എഫക്ഷൻ ഉണ്ടാവും. അപ്പോൾ RAയിൽ ലങ് ഡിസീസ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് മോർ കോമൺ ഇൻ മെയിൽസ്. ഓക്കെ, അതർവൈസ് RA ഈസ് മോർ കോമൺ ഇൻ ഫീമെയിൽസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇതൊരു ക്രോണിക് സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നമുക്ക് വ്യക്തമല്ല. അപ്പോൾ ഇതിൻ്റെ പെത്തോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പെർസിസ്റ്റന്റ് ഇൻവോൾവ്മെന്റ് ഓഫ് ദ സൈനോവിയൽ മെംബ്രെയിൻ ഓഫ് മൾട്ടിപ്പിൾ ജോയിന്റ്സ് ആൻഡ് വെറൈറ്റി ഓഫ് സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഇവിടെ സൈനോവിയൽ മെംബ്രെയിൻ ആണ് ഇൻവോൾവ്മെന്റ് വരുന്നത്. സൈനോവിയൽ മെംബ്രെയിൻ എന്ത് ഇൻവോൾവ്മെന്റ് ആണ് വരുന്നത്? സൈനോവിയൽ ഹൈപ്പർട്രോഫി വിത്ത് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ പാനസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ പാനസ് ഫോർമേഷൻ ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് RA. അപ്പോൾ കണ്ടോ, പെത്തോളജി രണ്ടിടത്തും രണ്ടാണ് നമ്മൾ പറഞ്ഞത്, RAയിലും OAയിലും. ഓക്കെ, ഇവിടെ സൈനോവിയൽ ഹൈപ്പർട്രോഫി വിത്ത് ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു HLA ലിങ്കേജും കൂടിയുണ്ട്. ഒരു എന്താ പറയുക, HLA DR4 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റിയുടെ ഇത് ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ ഓട്ടോസോമൽ ഡോമിനന്റ്, ഓട്ടോസോമൽ റെസസീവ് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന പോലെ ഈ HLAയും കൂടി പഠിക്കും. ചില ഡിസീസസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന HLA, അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ തന്നെ ടാബുലാർ ഫോം ആക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം.
നമുക്കല്ലാതെ ഇപ്പം പല ബുക്സിലും സ്റ്റഡി മെറ്റീരിയലിലൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പം ഇതിൽ HLA-DR4 ആണ് നമ്മൾ RAക്ക് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതൊരു ഇറോസീവ് ആർത്രൈറ്റിസ് ആണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് വിൽ ബി കോസിങ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡാമേജ് ഓഫ് ദി കാർട്ടിലേജ് ആസ് വെൽ ആസ് ബോൺ. ഓക്കെ, അപ്പോൾ കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാക്കും, ബോണിന്റെ ഇറോഷൻസ് ഉണ്ടാക്കും, പിന്നെ ജോയിന്റിന്റെ നേരത്തെ പറഞ്ഞ പോലെ ജോയിന്റിന്റെ അൾട്ടിമേറ്റ്ലി ആ ജോയിന്റിന്റെ കോണ്ടൂർ നശിപ്പിക്കും. അപ്പോൾ അതാണ് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. സോ ഇറ്റ് ഈസ് എ വെറൈറ്റി ഓഫ് ഇറോസീവ് ആർത്രൈറ്റിസ്. ഓക്കെ, ഓയിലും നമ്മൾ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് ആണ്, അതിനും ഒരു ഇറോസീവ് വെറൈറ്റി ഉണ്ട്, ഇറോസീവ് OA ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ് RA എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇത് മോർണിംഗ് സ്റ്റിഫ്നെസ് ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ OA പറഞ്ഞപ്പോൾ സ്റ്റിഫ്നെസ് വളരെ ബ്രീഫ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലാസ്റ്റിംഗ് 1 അവറോളം ഉണ്ടാവും ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ വിത്ത് എക്സസൈസ്. ഓക്കെ, അപ്പോൾ അതൊരു ആക്റ്റീവ് ഇൻഫ്ലമേറ്ററി ജോയിന്റ് ഡിസീസിനെ സൂചിപ്പിക്കുന്നതാണ് ഈ മോർണിംഗ് സ്റ്റിഫ്നെസ്. പിന്നെ പറഞ്ഞു സിമെട്രിക്കൽ പോളിയാർത്രൈറ്റിസ് ആണ്, മൾട്ടിപ്പിൾ ജോയിന്റ്സ് ഇൻവോൾവ് ചെയ്യാം. PAP ജോയിന്റ്സ്, MCP ജോയിന്റ്സ്, റിസ്റ്റ്, എൽബോ, നീ, ആങ്കിള്. നമ്മൾ കൂടുതലും RA പഠിക്കുമ്പോൾ പറയുന്ന ഈ സ്മോൾ ജോയിന്റ്സ് ആണ് കൂടുതലും അഫക്റ്റഡ് ആവുന്നതെന്നാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് നോക്കി, DIP ജോയിന്റ്സ് ആർ നോട്ട് ഇൻവോൾവ്. നമ്മൾ OA പറഞ്ഞപ്പോൾ എന്താണ്, OAയിൽ PAP ജോയിന്റ്സും DIP ജോയിന്റ്സും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അവിടെ DIP ഈസ് മോർ കോമൺ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കി DIP ജോയിന്റ്സ് ആർ നോട്ട് ഇൻവോൾവ് ഇൻ RA. ഓക്കെ, അപ്പോൾ ദ ടിപ്പിക്കൽ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈലാറ്ററൽ സിമെട്രിക്കൽ പോളിയാർത്രൈറ്റിസ് ആണ്. സ്മോൾ ജോയിന്റ്സിനെ അഫക്ട് ചെയ്യാം, ലാർജ് ജോയിന്റ്സിനെ അഫക്ട് ചെയ്യാം, അപ്പർ ലിംസിനെ അഫക്ട് ചെയ്യാം, ലോവർ ലിംസിനെ അഫക്ട് ചെയ്യാം വിത്ത് സ്പയറിംഗ് ഓഫ് ആക്സിയൽ സ്കെൽറ്റൻ. ഓക്കെ, അപ്പോൾ ആക്സിയൽ സ്കെൽറ്റന് ഇതിന്റെ അഫക്ഷൻ കുറവാണ് എക്സെപ്റ്റ് സെർവൈക്കൽ സ്പൈൻ. ഓക്കെ, ഇതും MCQ പാർട്ട് വൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പയറിംഗ് ഓഫ് ആക്സിയൽ സ്കെൽറ്റൻ, അതായത് സെർവൈക്കൽ സ്പൈൻ മാത്രമേ ഇൻവോൾവ് ചെയ്യുള്ളൂ ആക്സിയൽ സ്കെൽറ്റനിൽ, ബാക്കി ഏരിയാസ് സ്പയർ ചെയ്യും. ഓക്കെ, DIP ജോയിന്റ്സും ഇൻവോൾവ് ചെയ്യുന്നില്ല. പിന്നെ ഉള്ള എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ സബ്ക്യൂട്ടേനിയസ് നൊഡ്യൂൾസ് കാണാം, റുമറ്റോയിഡ് നൊഡ്യൂൾസ് കാണാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ റുമറ്റോയിഡ് ഫാക്ടറും അതുപോലെ തന്നെ ANTI-CCP, ഇത് ക്വസ്റ്റ്യൻസ് MCQ കണ്ടിട്ടുണ്ട്. റുമറ്റോയിഡ് ഫാക്ടർ എന്താണ് എന്നുള്ളത്. റുമറ്റോയിഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ആന്റിബോഡിയാണ്. ഇറ്റ് ഈസ് എ IgM ആന്റിബോഡി. ഓക്കെ, അപ്പോൾ IgM ആന്റിബോഡി ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് ദ FC ഫ്രാഗ്മെന്റ് ഓഫ് IgG. ഓക്കെ, അപ്പോൾ അതാണ് റുമറ്റോയിഡ് ഫാക്ടർ എന്ന് പറയുന്നത്. IgGക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു IgM ആന്റിബോഡിയാണ് റുമറ്റോയിഡ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് RA പേഷ്യൻസിൽ മോർ ദാൻ 75% പേഷ്യൻസിൽ നമുക്ക് RF പോസിറ്റീവ് ആയിരിക്കും. നമ്മളൊക്കെ ക്ലിനിക്കിൽ കൊടുക്കുന്നതാണ്. നമ്മൾ RA സംശയിക്കുന്ന പേഷ്യൻസിന് നമ്മൾ റുമറ്റോയിഡ് ഫാക്ടർ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും അല്ലേ. പക്ഷെ ഇതിനെ നമുക്ക് ഒരിക്കലും സ്പെസിഫിക് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് RAയിൽ മാത്രമല്ല, വേറെ പല കണ്ടീഷൻസിലും നമുക്കിത് പോസിറ്റീവായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക് ഫോർ RA. പക്ഷെ RA ഉള്ള മെജോറിറ്റി പേഷ്യൻസിൽ നമുക്ക് റുമറ്റോയിഡ് ഫാക്ടർ കിട്ടാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും അക്യുറേറ്റ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ANTI-CCP ആണ്. ഓക്കെ, സൈക്ലിക് സിട്രോണേറ്റഡ് പോളിപെപ്റ്റൈഡ് ആണ് നമ്മൾ ഇതിൻ്റെ ആക്യുറേറ്റ് ടെസ്റ്റ് ആയിട്ട് പറയുന്നത്. ഇനി റേഡിയോഗ്രാഫിക് ചേഞ്ചിലേക്ക് നമ്മൾ പോയാൽ ഇതിന്റെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ എന്തായിരുന്നു? ഇതിന്റെ പെത്തോളജി നമ്മൾ പറഞ്ഞത് ആരയിൽ പാനസ് ഫോർമേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ നമ്മൾ എർലിയസ്റ്റ് ഫീച്ചർ ഓഫ് OA എന്തായിരുന്നു റേഡിയോഗ്രാഫിക് ഫൈൻഡിങ്ങില്? ജോയിന്റ് സ്പേസ് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂ സ്വെല്ലിംഗ് ആണ്. ഓക്കെ, സോഫ്റ്റ് ടിഷ്യൂ സ്വെല്ലിംഗ്, അതുപോലെ തന്നെ ഇതൊരു ഇറോസീവ് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജോയിന്റിന് ചുറ്റുമുള്ള ബോണി ഏരിയാസിന് ബോൺസ് നഷ്ടപ്പെടും, ബോൺ ഗ്ലോസ് ഉണ്ടാവും. അതിനാണ് ഈ പെരി ആർട്ടിക്കുലർ ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറ്റുന്നത് കഴിഞ്ഞാൽ ജെക്സ്ട്രാ ആർട്ടിക്കുലർ ഓസ്റ്റിയോപോറോസിസും ഉണ്ടാവും. എഗെയിൻ അതാണ് ബോൺ ഡാമേജിനെയാണ് നമ്മൾ പോറോസിസ്, ജെക്സ്ട്രാ ആർട്ടിക്കുലർ ബോൺ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. പിന്നെ ഉള്ളത് ജോയിന്റ് ഇറോഷൻസ് ആണ്, അതായത് ബോൺസ് അറ്റമൊക്കെ നമുക്ക് എന്താ പറയുക മുറിഞ്ഞു പോകും. അപ്പം ജോയിന്റ് ഇറോഡ് ചെയ്ത് പോകും.
വിത്ത് നാരോയിങ് ഓഫ് ദ ജോയിന്റ് സ്പേസസ്. ഇതൊക്കെയാണ് അതിന്റെ റേഡിയോഗ്രാഫിക് ചേഞ്ചിൽ പറയുന്നത്. ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഈ സോഫ്റ്റ് ടിഷ്യൂ സ്വെല്ലിംഗ്. ഓക്കെ, ഇതാണ് ഒരു ഫിഗർ. ഇതൊരു നോർമൽ ഹെൽത്തി ജോയിന്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ദർ ഈസ് സ്വെല്ലൻ ഇൻഫ്ലൈംഡ് സൈനോവിയൽ മെംബ്രെയിൻ. സൈനോവിയൽ മെംബ്രെയിൻ ആണ് അഫെക്ഷൻ ഉണ്ടാകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സൈനോവിയൽ ഹൈപ്പർട്രോഫിയും പാനസ് ഫോർമേഷനും ഒക്കെ ഉണ്ട്. അതുപോലെ ഈ ബോൺസിന് എന്ത് പറ്റുന്ന, ബോൺ ഇറോഡ് ചെയ്ത് പോവാണ്. ഓക്കെ, കാർട്ടിലേജ് ഒക്കെ നശിച്ചു പോയി ജോയിന്റ് സ്പേസ് റെഡ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പൊ ഇത് പെരി ആർട്ടിക്കുലർ ഓസ്റ്റിയോപീനിയ. ഈ ഏരിയ കണ്ടോ, അതായത് നമുക്ക് ഈ വൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ പറയാ, നോർമൽ ബോണാണ് നമുക്ക് നല്ല കളറായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ അത്രയും ഡെൻസിറ്റി നമുക്ക് കിട്ടുന്നില്ല. അതാണ് പെരി ആർട്ടിക്കുലർ ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്നത്. ഇവിടെ ജോയിന്റ് സ്പേസ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ടിഷ്യൂ സ്വെല്ലിംഗ് സൈഡിൽ വരുന്നതാണ് സോഫ്റ്റ് ടിഷ്യൂ സ്വെല്ലിങ്സ്. മാർജിനൽ ജോയിന്റ് ഇറോഷൻസ്. ഇതാണ് നമുക്ക് ഒരു എക്സ്റേ ഫൈൻഡിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ ബോണിന്റെ ഇറോഷൻസ് ഉണ്ട്. ബോൺ ഇവിടെ അൾട്ടിമേറ്റ് എന്താ നമ്മൾ പറഞ്ഞ, ജോയിന്റിന്റെ ഇന്റഗ്രിറ്റി തന്നെ നഷ്ടപ്പെടും അല്ലെ. അപ്പൊ ഇവിടെ കണ്ടോ ബോണൊക്കെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ ആറേ ഉള്ള നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിഫോമിറ്റീസ് ഒക്കെ വളരെ കൂടുതലായിട്ടുണ്ടാവും ആറേക്ക്. ഓക്കെ, അപ്പൊ ഈ റൊമറ്റോയിഡ് ഫാക്ടർ, ഇത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. റൊമറ്റോയിഡ് ഫാക്ടർ, അപ്പൊ റൊമറ്റോയിഡ് ഫാക്ടർ ഒരു IgM ആന്റിബോഡിയാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരിക്കലും ഇത് സ്പെസിഫിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ മെജോറിറ്റി പേഷ്യൻസിലും ഒരു മോർ ദാൻ 2/3 പേഷ്യൻസിലും നമുക്ക് RF പോസിറ്റീവ് ആയിട്ട് തന്നെ കിട്ടും. പക്ഷെ ഇതിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ടൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. RF പോസിറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പേഷ്യന്റ് RA ഉണ്ടാവണമെന്നൊന്നുമില്ല. ബിക്കോസ് ഇതൊരു 5% ഹെൽത്തി പേഴ്സൺസിലും നമുക്ക് ഈ RF പോസിറ്റീവ് ആയിട്ട് കിട്ടാം. മറ്റു പല കണ്ടീഷൻസിലും RF പോസിറ്റീവ് ആയിട്ട് കിട്ടാം. അപ്പൊ RFന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രോഗ്നോസ്റ്റിക് വാല്യൂ ഉണ്ട്. ഓക്കെ, അതായത് ദിസ് വിൽ ബി കോറിലേറ്റിംഗ് വിത്ത് ദ സിവിയറിറ്റി ഓഫ് ദ ഡിസീസ്. ഓക്കെ, അതായത് ഹൈ ടൈറ്റേഴ്സ് ടെൻഡ് ടു ഹാവ് മോർ സിവിയർ ആൻഡ് പ്രോഗ്രസീവ് ഡിസീസ് വിത്ത് എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻ. ഇപ്പൊ RFന്റെ ടൈറ്റർ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസീസ് പ്രോഗ്രഷൻ കൂടുതലാണ് എന്ന് നമുക്ക് പറയാം വിത്ത് എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻസ്. ഓക്കെ, ഇനി ഇത് ഒന്ന് ഓർത്തിരിക്കുക. RF ഫാൾസ് പോസിറ്റീവ്, കോസസ് ഓഫ് ഫാൾസ് പോസിറ്റീവ് RF ആണ്. അതായത് ഈ പറയുന്ന എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് RF കിട്ടാം. അതായത് ചില അതർ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് ലൈക്ക് SLE, ജോഗ്രൻ സിൻഡ്രോം, ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് RF കിട്ടാം. പിന്നെ ചില ലങ് ഡിസീസസ് ലൈക്ക് സാർക്കോയിഡോസിസ്, ഇൻഡസ്ട്രീഷ്യൽ പൾമിനറി ഫൈബ്രോസിസ്, അതുപോലെ ക്രോണിക് ലിവർ ഡിസീസിൽ, പിന്നെ ചില ഇൻഫെക്ഷൻസിൽ. ഓക്കെ, ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, TB, ലെപ്രസി, സിഫിലിസ്, സബ് അക്യൂട്ട് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ്, പിന്നെ ചില പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ലൈക്ക് ലീഷ്മാനിയാസിസ്, ഷിസ്റ്റോസോമിയാസിസ്, മലേറിയ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിൽ നമുക്ക് RF പോസിറ്റീവ് ആയിട്ട് കിട്ടാം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ചില ഹെൽത്തി ആൾക്കാരിൽ നമുക്ക് കിട്ടാം. പിന്നെ ട്രാൻസിയന്റ്ലി ഇൻ നോർമൽ ഇൻഡിവിജ്വൽസ് ആഫ്റ്റർ വാക്സിനേഷൻ ഓർ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് മേ ഓൾസോ ഫൗണ്ട് ഇൻ റിലേറ്റീവ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് RA. ഒരു ഫാമിലിയൽ ആയിട്ടും വേണമെങ്കിൽ നമ്മുടെ ബ്ലഡിൽ RF ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതാണ് മറ്റ് കണ്ടീഷൻസ്, നമുക്ക് RF പോസിറ്റീവ് ആയിട്ട് കിട്ടുന്ന കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമുക്ക് RFനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റാത്തത്. പറഞ്ഞു RA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻ ഉള്ളതാണ്. ആർട്ടിക്കുലറും എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻ ഉള്ളത്. 40% ഓഫ് എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെ ഏരിയാസിനെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സ്കിന്നിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്കിന്നിൽ വരുന്ന റൊമറ്റോയിഡ് നോഡ്യൂൾസ് ആണ്, സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ് ആയിട്ട് കിട്ടാം. പിന്നെ പ്ലസ് വാസ്കുലൈറ്റിസ് ഉണ്ടാവാം. ഓക്കെ, സിസ്റ്റമിക് വാസ്കുലൈറ്റിസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ ഐസിൽ വന്നു കഴിഞ്ഞാൽ സിക്ക, ഡ്രൈനസ്, അതുപോലെ സ്ക്ലീറൈറ്റിസും എപ്പിസ്ക്ലീറൈറ്റിസും ആണ് നമ്മൾ ഐസിൽ പറയുന്നത്. അപ്പോൾ സ്ക്ലീറൈറ്റിസ് ഉണ്ടാവുന്നതിന്റെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് RA ആണ്. ഓക്കെ, സ്ക്ലീറ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ കണ്ണിന്റെ ഔട്ടറായിട്ട് വരുന്ന ഒരു ലെയറിനെയാണ് നമ്മൾ സ്ക്ലീറ എന്ന് പറയുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ സ്ക്ലീറൈറ്റിസ് എന്ന് പറയുന്നത്. സ്ക്ലീറയിൽ വരുന്ന ഇൻഫ്ലമേഷൻ. ഓക്കെ, അപ്പൊ അതാണ് RAയുടെ ഒരു ഐ മാനിഫെസ്റ്റേഷൻ. പിന്നെ ലങ്സിലാണെങ്കിൽ പ്ലൂറിസി അല്ലെങ്കിൽ പ്ലൂറൽ എഫ്യൂഷൻ. ഓക്കെ, പ്ലൂറൽ എഫ്യൂഷൻ ആണ്. പ്ലൂറൽ എഫ്യൂഷന്റെ ഒരു കോസ് ആണ് RA എന്ന് പറയുന്നത്. നമ്മൾ പ്ലൂറൽ എഫ്യൂഷൻ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അതിൽ പ്ലൂറൽ ഫ്ലൂയിഡിന്റെ അകത്ത് contain low level of glucose.
ഓക്കെ, അപ്പോൾ മോസ്റ്റ് കോമൺ ലങ് ഡിസീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലൂറൽ എഫ്യൂഷൻ ആണ്. RAയിൽ വരുന്ന മോസ്റ്റ് കോമൺ ലങ് ഡിസീസ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ലങ് ഡിസീസ് കൂടുതലും മെയിൽ പ്രിഡോമിനൻസ് ആണ് നമുക്ക് RA ലങ് ഡിസീസിൽ പറയുന്നത്. പിന്നെ ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസ് ഉണ്ടാവാം, നോഡ്യൂൾസ് ഉണ്ടാവാം. ഓക്കെ, RA പ്ലസ് ന്യൂമോകോണിയോസിസ്, റൊമറ്റോയിഡ് നോഡ്യൂൾസ് പ്ലസ് ന്യൂമോകോണിയോസിന് നമ്മളൊരു പേര് പറയും. എന്തായിരുന്നു? ഒരു സിൻഡ്രോം ആണത്, കാപ്ലാൻ സിൻഡ്രോം. കാപ്ലാൻ സിൻഡ്രോം അല്ലേ? അത് പലപ്പോഴും MCQs കണ്ടിട്ടുണ്ട്, കാപ്ലാൻ സിൻഡ്രോം. ഇനി കാർഡിയാക്കിൽ എന്താണ് വരുന്നത്? ലങ്സിൽ നമ്മൾ പ്ലൂറൽ എഫ്യൂഷനും പ്ലൂറസിയും പറഞ്ഞു. അതുപോലെ കാർഡിയാക്കിലാണെങ്കിൽ പെരികാർഡൈറ്റിസ് ആണ്. അപ്പോൾ പെരികാർഡൈറ്റിസ് ആണ് മോസ്റ്റ് കോമൺ കാർഡിയാക് ഡിസീസ് ഇൻ RA എന്ന് പറയുന്നത്. അതുപോലെ ഹാർട്ടിലും ഈ പറഞ്ഞ പോലെ നൊഡ്യൂൾസ് ഫോം ചെയ്യിക്കാം. പിന്നെ വാൽവുലാർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. ഹെമറ്റോളജിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അനീമിയാണ് പ്രസന്റേഷൻ. അനീമിയ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് അനീമിയ? ദാറ്റ് ഈസ് നോമോസൈറ്റിക് നോമോക്രോമിക് അനീമിയാണ് ഇവിടുത്തെ വെറൈറ്റി എന്ന് പറയുന്നത്. പിന്നെ ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പെരിഫറൽ ന്യൂറോപ്പതി ആൻഡ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഇതൊക്കെയാണ് നമ്മൾ ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിലും ഇതിന്റെ അഫക്ഷൻസ് പോകുന്നുണ്ട്. ഓക്കെ, എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻസ് പോകുന്നുണ്ട്. ഇനി ഇതിന്റെ ഡീഫോമിറ്റീസ്, ഇതായത് MCQ വൈസ് ഇനി ഈ പറയുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഡീഫോമിറ്റി ഒക്കെ എവിടെ കാണാം, എന്താണ് ഈ ഡീഫോമിറ്റി എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഹാൻഡ് ഡീഫോമിറ്റീസും ഫുഡ് ഡീഫോമിറ്റീസും നമ്മൾ നോക്കുകയാണ്. ഹാൻഡ് ഡീഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസിഫോം സ്വെല്ലിംഗ് ആൻഡ് ബട്ടണർ ഡീഫോമിറ്റി. ബട്ടണർ ഡീഫോമിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഹെബേർഡനോടും ബൗച്ചാർഡിനോടും പറഞ്ഞ പോലെയാണ് ഇവിടെ ബട്ടണർ ഡീഫോമിറ്റിയും സ്വാൻ നെക്ക് ഡീഫോമിറ്റിയും ഉണ്ട്. ബട്ടണർ ഡിഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്ലെക്ഷൻ ഓഫ് PIP ജോയിന്റ് വിത്ത് ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് DIP. PIP ജോയിന്റിന് ഫ്ലെക്ഷനും ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് DIP ജോയിന്റ്സ് ആണ്. സ്വാൻ നെക്ക് ഡിഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്, എക്സ്റ്റൻഷൻ ഓഫ് PIP ജോയിന്റ് വിത്ത് ഫ്ലെക്ഷൻ ഓഫ് ദ DIP ജോയിന്റ്. ഇതിൽ സ്വാൻ നെക്ക് നമുക്ക് ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബട്ടണർ ഡിഫോമിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡിഫോമിറ്റി കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ദ ഇസഡ് ഡിഫോമിറ്റി ഓഫ് ദ തമ്പ്. അതിനെയാണ് നമ്മൾ ഹിച്ച് ഹിക്കേഴ്സ് തമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? ഫസ്റ്റ് സബ്ലക്സേഷൻ ഓഫ് ദ ഫസ്റ്റ് മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിന്റ് വിത്ത് ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് ദി ഫസ്റ്റ് ഇന്റർഫലാൻജിയൽ ജോയിന്റ്. ഇന്റർഫലാൻജിയൽ ജോയിന്റിന്റെ ഹൈപ്പർ എക്സ്റ്റൻഷനും ഫസ്റ്റ് മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിന്റിന് സബ്ലക്സേഷൻ ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് ഇസഡ് ഡിഫോമിറ്റി കിട്ടുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ കണ്ടോ? ഇന്റർഫലാൻജിയൽ ജോയിന്റിന്റെ ഫ്ലെക്ഷനും പിന്നെ നമ്മുടെ മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിന്റിന്റെ സബ്ലക്സേഷനും ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ ബട്ടണർ ഡിഫോമിറ്റി, ആരെയുള്ള പേഷ്യൻസിന്റെ കൈയൊക്കെ നോക്കിയാൽ നമുക്കറിയാം അവിടെ എല്ലാം ഇങ്ങനെ വളഞ്ഞിരിക്കും, കൈയൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ അന്നേരം ഒരു അൾനാർ ഡീവിയേഷൻ ഓൾസോ. ഓക്കെ, അൾനാർ ഡീവിയേഷൻ ഓഫ് ദ മെറ്റാകാർപ്പോഫലാൻജിയൽ ജോയിന്റ്സ്. പിന്നെ ട്രിഗർ ഫിംഗർ. ട്രിഗർ ഫിംഗർ അറിയാമല്ലോ, ചില ആൾക്കാർ വന്നിട്ട് പറയില്ല ഇങ്ങനെ കൈ മടങ്ങിയാൽ പിന്നെ നിവരാൻ പാടായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത്. ടെൻഡൻ അഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ട്രിഗർ ഫിംഗർ ഉണ്ടാകുന്നത്. Then piano key deformity, that is distal radio ulnar joint subluxation. അതിനെയാണ് നമ്മൾ പിയാനോ കീ ഡിഫോമിറ്റി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഓൾ ദ ഹാൻഡ് ഡിഫോമിറ്റീസ് ഓഫ് RA. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ സമയമെടുത്ത് പറയുന്നത്. ബട്ടണർ ഡിഫോമിറ്റി, സ്വാൻ നെക്ക് ഡിഫോമിറ്റി, ഇസഡ് ഡിഫോമിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ RA ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഹാൻഡ് ഡിഫോമിറ്റീസ് ആണ്. ഇനി ഫുഡ് ഡിഫോമിറ്റീസ്. അപ്പോൾ നമ്മൾ കയ്യിൽ പറഞ്ഞ പോലെ തന്നെയാണ് കാലിലും. മാലക്ടോ, ഹാമർട്ടോ, ക്ലോട്ടോ. അതായത് മാലക്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അറ്റത്തുള്ള ജോയിന്റ് ആയിരിക്കും ബെൻഡ് ആവുന്നത്. ഓക്കെ, അതിൽ മിഡിൽ ജോയിന്റ് ബെൻഡ് ആവുമ്പോൾ ദാറ്റ് ഈസ് ഹാമർട്ടോ. പിന്നെ ജോയിന്റ് അറ്റ് ദ ബേസ് ഓഫ് ദ ടോ, ബേസ് ഓഫ് ദ ടോയിലാണെങ്കിൽ ദാറ്റ് ഈസ് ക്ലോട്ടോ. ഇതാണ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഡിഫോമിറ്റീസ്. നമുക്ക് പേഷ്യൻസിൽ കാണാൻ പറ്റും ഇങ്ങനെ. പിന്നെ അതുപോലെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കും, വിരലൊക്കെ. ഓക്കെ, അതുപോലെ ആർച്ച്, നമ്മുടെ കാലിന്റെ ആർച്ച് നഷ്ടപ്പെടും. ഓക്കെ, ഫ്ലാറ്റനിങ് ഓഫ് ദി ആർച്ച്, ഫ്ലാറ്റ് ഫീറ്റ് ആവും. ദാറ്റ് ഈസ് പെസ് പ്ലാനോ വാൽഗസ്. പിന്നെ ഹൈൻഡ് ഫുട്ട് വാൽഗസ് ഡിഫോമിറ്റി. ഇവിടെ കണ്ട ഇങ്ങനെ കാലുകളൊക്കെ ഇങ്ങനെ അടുത്ത് വരുന്നത്. ഓക്കെ, അതുപോലെ വിൻഡ് സ്വെപ്റ്റ് ഡിഫോമിറ്റി. വിൻഡ് സ്വെപ്റ്റ് ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിൽ, ഒരു മുട്ടിൽ ജെനു വാൽഗും ഒരു മുട്ടിൽ ജെനു വാലും. അതിനാണ് നമ്മൾ വിൻഡ് സ്വെപ്റ്റ് ഡിഫോമിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ബേക്കേഴ്സ് സിസ്റ്റ് ഫോം ചെയ്യാം. സോ ദീസ് ആർ ഓൾ ഫുഡ് ഡിഫോമിറ്റീസ്. ഓക്കെ, RA ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫുഡ് ഡിഫോമിറ്റീസ് ആണ്. ഇനി നമ്മൾ RAയിൽ പറയുന്ന ചില സിൻഡ്രോംസ് ആണ്.
ആറായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ഒരു കോമൺ സിംറ്റം ആണ് ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്നത്. കപ്ലാൻ സിൻഡ്രോം നമുക്ക് ഓൾറെഡി പറഞ്ഞു, മൾട്ടിപ്പിൾ പൾമിനറി നൊഡ്യൂൾസ് ആൻഡ് ന്യൂമോകോണിയോസിസ്, അതിനെയാണ് നമ്മൾ കാപ്ലാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അതുപോലെ ഫെൽറ്റി സിൻഡ്രോം ഉണ്ട്. ഫെൽറ്റി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ RA+ സ്പ്ലീനോമെഗാലി പ്ലസ് ന്യൂട്രോപീനിയ. അപ്പോൾ ഇത് മൂന്നുമാണ്. ഇതൊക്കെ ചോദിക്കാറുണ്ട് MCQ. ഫെൽറ്റി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ RA+ സ്പ്ലീനോമെഗാലി പ്ലസ് ന്യൂട്രോപീനിയ. ഓക്കെ, അപ്പൊ നമ്മള് RAയിൽ സ്പെയർഡ് ആവുന്ന ജോയിന്റ്സ് ഏതൊക്കെയാണ്? അഫക്റ്റഡ് ആവാത്ത ജോയിന്റ്സ് പിന്നെ ആക്സിയൽ സ്കെൽറ്റൻ എങ്ങനെയായിരുന്നു? cervical spine. ആക്സിയൽ സ്കെൽറ്റൻ എക്സെപ്റ്റ് സെർവൈക്കൽ സ്പൈൻ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ RAയിൽ വരുന്ന ഒരു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ ആണ് ഈ അറ്റ്ലാന്റോ ആക്സിയൽ സബ്ലക്സേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വെർട്ടിബ്ര സെക്കൻഡ് വെർട്ടിബ്ര ആണ്. അപ്പം അറ്റ്ലാന്റോ ആക്സിയൽ സബ്ലക്സേഷൻ അതാണ് ഒരു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. ബട്ട് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡെത്ത് ഇൻ RA എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. ഓക്കെ, ഇത് അഗെയിൻ ഇതൊരു നോർമൽ ജോയിന്റ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുമ്പോഴുള്ള ഫീച്ചേഴ്സ്, ദിസ് ഇസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഇവിടെ കണ്ട ബോണിന്റെ ആർട്ടിക്കുലർ കാർട്ടിലേജ് ആണ് ഇവിടെ കൂടുതലും പോകുന്നത്. ബോണിന്റെ എൻഡ് മൊത്തം ഇങ്ങനെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിയാൽ there will be swelling of the synovial membrane, swollen inflamed synovial membrane. അത് RAയുടെ ഫീച്ചർ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു RAയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു സിംറ്റം ആണ് ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്നത്. എന്തായിരുന്നു ജോഗ്രൻ സിൻഡ്രോം? അറിയാമോ ആർക്കെങ്കിലും? ജോഗ്രൻ സിൻഡ്രോം മൊത്തത്തിലൊരു ഡ്രൈനെസ് ആണ് അല്ലെ. നമ്മൾ ജോഗ്രൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഡ്രൈനെസ്സിനെ കുറിച്ച് ഓർക്കുക. അപ്പൊ ഇവിടുത്തെ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇതൊരു സിസ്റ്റമിക് ഡിസീസ് ആണ്. സിസ്റ്റമിക് ക്രോണിക് ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ്. ഇതിന്റെ ഒരു പെത്തോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there will be lymphocytic infiltration. ഓക്കെ, എവിടെയാണ്? ലാക്രിമൽ ഗ്ലാൻഡ്, അതുപോലെ സലൈവറി ഗ്ലാൻഡ്, ഇങ്ങനെയുള്ള എക്സോക്രൈൻ ഓർഗൻസിൽ വരുന്ന ലിംഫോസൈറ്റിക് ഇൻഫിൽട്രേഷൻ ആണ്. അപ്പൊ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു. സോ ഇതിനൊരു HLA അസോസിയേഷൻ ഉണ്ട്, HLA-B8 അല്ലെങ്കിൽ DR3. RAയിൽ നമ്മൾ ഏതായിരുന്നു പറഞ്ഞത്? HLA അപ്പൊ ഇവിടെ HLA-B8 അല്ലെങ്കിൽ DR3 ആണ് നമ്മൾ ഇതിന്റെ അസോസിയേഷൻ പറയുന്നത്. ഇവിടെയും ഫീമെയിൽ ടു മെയിൽ റേഷ്യോ നോക്കിയാൽ RAയിൽ എങ്ങനെയായിരുന്നു? 3:1, ചില സ്ഥലത്ത് 4:1 എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും വുമണിനാണ് ഒരു പ്രിഡോമിനൻസ് ഉള്ളത്. ജോഗ്രൻ സിൻഡ്രോമിലാണെങ്കിൽ ഫീമെയിൽ ടു മെയിൽ റേഷ്യോ ഉണ്ടാവും ഒരുപാട് കൂടുതലാണ്, 9:1 ആണ് അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ മൊത്തത്തിലൊരു ഡ്രൈനെസ് ആണ് വരുന്നത്. ഇപ്പൊ ലാക്രിമൽ ഗ്ലാൻഡിനെ എഫക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടീയേഴ്സ് പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഡ്രൈനെസ് ഓഫ് ദ ഐസ് ഉണ്ടാവും, ദാറ്റ് ഈസ് സിറോഫ്താൽമിയ. അതുപോലെ സലൈവറി ഗ്ലാൻഡ്സിന് വരുമ്പോഴത്തേക്കും സലൈവ പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല, അപ്പൊ വായ്ക്ക് ഡ്രൈനെസ് ഉണ്ടാവും, ദാറ്റ് ഈസ് സീറോസ്റ്റോമിയ. പിന്നെ സ്കിന്നിലാണെങ്കിൽ ഡ്രൈനെസ് ഓഫ് ദ സ്കിൻ, ദാറ്റ് ഈസ് സീറോഡെർമ പ്ലസ് കരോട്ടിഡ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ്. ഇതാണ് നമ്മൾ ജോഗ്രൻ സിൻഡ്രോമിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനും ഞാൻ പറഞ്ഞതൊരു സിസ്റ്റമിക് ഇൻഫെക്ഷൻ വരുന്ന ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. അപ്പം ഇതിനും ചില എക്സ്ട്രാ ഗ്ലാൻഡുലർ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അതായത് ഈ പറഞ്ഞതല്ലാതെ ചില എക്സ്ട്രാ ഗ്ലാൻഡുലർ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അപ്പൊ അതിലാണ് ആർത്രൈറ്റിസ് വരാം, റെയ്നോഡ്സ് ഫിനോമിനൻ ഉണ്ടാവാം. റെയ്നോഡ്സ് ഫിനോമിനൻ എന്തായിരുന്നു? കോൾഡ് വരുന്ന സമയത്ത് കോൾഡ് ലിംസ് ഒക്കെയാണ് അല്ലെ. നമുക്ക് പെരിഫറയിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ടുണ്ടാവുന്ന കണ്ടീഷനാണ് റെയ്നോഡ്സ് ഫിനോമിനൻ. അപ്പൊ അങ്ങനെ ഉണ്ടാവാം. പിന്നെ വാസ്കുലൈറ്റിസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം, ലിംഫോമ ഉണ്ടാവാം, റീനൽ ട്യൂബുലർ എസിഡോസിസ് ഉണ്ടാവാം. അപ്പൊ ഇതെല്ലാം ഇതിന്റെ എക്സ്ട്രാ ഗ്ലാൻഡുലർ മാനിഫെസ്റ്റേഷൻസ് ആണ് ജോഗ്രൻ സിൻഡ്രോമിന്റെ. ഇതിന് പ്രൈമറി ജോഗ്രൻ സിൻഡ്രോമും സെക്കൻഡറി ജോഗ്രൻ സിൻഡ്രോമും ഉണ്ട്. പ്രൈമറി ജോഗ്രൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അണ്ടർലൈൻ പെത്തോളജി നമുക്ക് പറയാൻ പറ്റില്ല.
വേറൊരു അണ്ടർലൈൻ റൊമാറ്റിക് ഡിസീസ് SLE, RA, സ്ക്ലിയോഡെർമ ഇങ്ങനെയൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മൾ സെക്കൻഡറി ജോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി ഈ ജോഗ്രൻ സിൻഡ്രോമിൻ്റെതായിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സും നമുക്ക് ചില വൈറൽ ഇൻഫെക്ഷൻസിൽ കിട്ടാം. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, HIV, അതുപോലെ T ലിംഫോട്രോപിക് വൈറസ്. ഓക്കെ, അപ്പോൾ അതാണ് HTLV. അപ്പോൾ ഇങ്ങനെയുള്ള വൈറൽ ഇൻഫെക്ഷൻസിൽ നമുക്ക് ഈ ജോഗ്രൻ സിൻഡ്രോമിൻ്റെതായിട്ടുള്ള ക്ലാസിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക്, അതായത് ജോഗ്രൻ സിൻഡ്രോം നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും ഇതിൻ്റെ പെത്തോളജി എന്തായിരുന്നു, ലിംഫോസൈറ്റിക് ഇൻഫിൽട്രേഷൻ ആണ് അല്ലെ, ലാക്രിമൽ ഗ്ലാൻഡിനും സലൈവറി ഗ്ലാൻഡിനും. അപ്പോൾ നമ്മൾ ലിപ്പിൻ്റെ ബയോപ്സിയാണ് നമ്മളിതിൻ്റെ ഡയഗ്നോസ്റ്റിക് ആയിട്ട് പറയുന്നത്. ഇതും ഇവിടെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ബയോപ്സി ഓഫ് ദ ലിപ്പ് to examine the minor salivary gland for lymphocytic infiltrate, confirm for the diagnosis of Sjogren syndrome. Okay. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഓഡിബിളാ ഡോക്ടർ? ഓക്കെ ഓക്കെ ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് ആണ്. ഓക്കെ, അപ്പോൾ ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസിൻ്റെ പല വെറൈറ്റീസ് ആണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്, ഈ ബോക്സിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പേരിൽ നിന്ന് തന്നെ ഉണ്ടാവും, അതായത് ജുവനൈൽ ചൈൽഡ്ഹുഡ് ആർത്രൈറ്റിസ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒലിഗോ ആർത്രൈറ്റിസ് ഫോമിൽ വരും. അതാണ് മോസ്റ്റ് കോമൺ ഫോം എന്ന് പറയുന്നത്. ഒലിഗോ ആർത്രൈറ്റിസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോളി ആർത്രൈറ്റിസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ് ആയിട്ട് വരുന്ന പോളി ആർത്രൈറ്റിസ് ആയിട്ടും പ്രസൻറ്റ് ചെയ്യാം. പിന്നെ എന്തസിസ് റിലേറ്റഡ് ആയിട്ട് വരാം. എന്തസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്തസിസ് അറിയാമോ? അതെ, നമ്മൾ മസിൽസോ ടെൻഡൻസോ ലിഗമെന്റ്സോ ഒക്കെ ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഏരിയനെയാണ് നമ്മൾ എൻഡസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന ആർത്രൈറ്റിസ് അല്ലെങ്കിൽ അവിടെ വരുന്ന ഇൻഫ്ലമേഷൻസ്, അപ്പോൾ അങ്ങനെയുള്ള ആർത്രൈറ്റിസ് ആയിട്ടും പ്രസന്റ് ചെയ്യാം, സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. പിന്നെ വരുന്നത് വിത്ത് സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സബ് ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റമിക് ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് ഉണ്ട്. അപ്പോൾ സിസ്റ്റമിക് അസുഖമായതുകൊണ്ട് തന്നെ നമ്മുടെ ആർത്രൈറ്റിസിനോടൊപ്പം ഫീവർ ഉണ്ടാവാം, റാഷസ് ഉണ്ടാവാം, ലിംഫ് നോഡൽ എൻലാർജ്മെന്റ് ഉണ്ടാവാം, പിന്നെ ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കിയ ഓട്ടോ ആൻറ്റിബോഡി വിൽ ബി നെഗറ്റീവ്. ഇവിടെ ഓട്ടോ ആൻറ്റിബോഡീസ് നെഗറ്റീവ് ആണ്. ഇനി ഒലിഗോ ആർത്രൈറ്റിസ് ആണ് മോസ്റ്റ് കോമൺ ഫോം ആയിട്ട് നമ്മൾ പറഞ്ഞത്. അവിടെ ഈ പറഞ്ഞാൽ ലാർജ് ജോയിന്റ്സ് ആയിരിക്കും അഫക്ട് ചെയ്യുന്നത്, എസിമെട്രിക്കൽ ആണ്, ANA വിൽ ബി പോസിറ്റീവ്. പിന്നെ പോളി ആർത്രൈറ്റിസ് വെറൈറ്റി ഉണ്ട്. പിന്നെ ഉള്ളത് എൻഡസിസ് റിലേറ്റഡ്. എൻഡസിസ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ സാക്രോ ഇലിയേറ്റീസ് ആയിട്ടായിരിക്കും. നമ്മൾ ഈ അങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും. അപ്പം അങ്ങനെയുള്ള HLA-B27 പോസിറ്റീവ് ആയിട്ട് വരുന്ന കണ്ടീഷൻസിലൊക്കെ ഈ സാക്രോ ഇലിയാക് ജോയിൻസിന്റെ അല്ലെങ്കിൽ എൻഡസൈറ്റിസ് ആയിട്ടായിരിക്കും അത് കൂടുതലായിട്ടും പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയും ഇത് വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. പിന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് അഡൽട്ട് ഡിസീസ് പോലെ തന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയിട്ടും പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് അതിന്റെ ടൈപ്സ് ആണെന്ന് ഓർത്താൽ മതി. ഇതൊന്നും MCQ വൈസ് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഈ ചൈൽഡ്ഹുഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിസ്റ്റിങ് ഫ്രം അഡൽട്ട് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു സ്ട്രോങ് അസോസിയേഷൻ വിത്ത് യുവൈറ്റിസ് ഉണ്ട്. അതായത് നമ്മൾ യുവിയ കണ്ണിൽ വരുന്ന യുവിയയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിന് ഈ പറയുന്ന ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസിന് സ്ട്രോങ് അസോസിയേഷൻ ഉണ്ട് യുവൈറ്റിസ്. നമ്മൾ സ്റ്റിൽസ് ഡിസീസ് എന്നൊക്കെ പറയുന്നില്ലേ, ജുവനൈൽ, അതും MCQ കണ്ടിട്ടുണ്ട്. ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസിന്റെ ഒരു പേരാണ് സ്റ്റിൽസ് ഡിസീസ് എന്ന് പറയുന്നത്. STILL, സ്റ്റിൽസ് ഡിസീസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കൂടുതലും എഫക്ട് ചെയ്യുന്നത് കുട്ടികളെയാണ്. 1:1000 ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള ആർത്രൈറ്റിസ് വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഹൈറ്റിനെയും വെയിറ്റിനെയും ഒക്കെ ഇത് എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഗ്രോത്തിനെ ഇത് എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ സിസ്റ്റമിക് ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് ഫോർമർലി നോൺ ആസ് സ്റ്റീൽസ് ഡിസീസ്. അപ്പോൾ ഇവിടെ
ഇവിടെ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ഈക്വലി എഫക്റ്റഡ്. പിന്നെ 5 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് എഫക്ഷൻ വരുന്നത്. ഇത് ബോഡി സിസ്റ്റമിക് ആണ്. അപ്പോൾ സിസ്റ്റമിക് ആയതുകൊണ്ട് തന്നെ ആസ് എ ഓൾ ഇത് എഫക്റ്റഡ് ആവും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഫീവർ വരുമെന്നും റാഷസ് വരുമെന്നും ആർത്രൈറ്റിസ്, ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി, പിന്നെ സീറോസൈറ്റിസ് ഉണ്ടാവാം, പ്ലസ് അനീമിയ, റേസ്ഡ് ESR ആൻഡ് CRP. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്, സ്റ്റിൽസ് ഡിസീസ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അഡൽട്ട് സ്റ്റിൽസ് ഡിസീസ് ഉണ്ട്. ഈ അഡൽട്ട് സ്റ്റിൽസ് ഡിസീസ് എന്ന് പറയുന്നത് ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസിന്റെ ഒരു സിവിയർ വെർഷനെയാണ് നമ്മൾ ഈ അഡൽട്ട് സ്റ്റിൽസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ലൈക്ക് ഫീവർ, ഹൈ സ്പൈക്കിംഗ് ഫീവർ ആണ്, ഓഫൺ ഗ്രേറ്റർ ദാൻ 104 ഡിഗ്രി. പിന്നെ അതിനോടൊപ്പം ജോയിന്റ് പെയിൻസ്, റാഷസ്, ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി, അതുപോലെ ന്യൂട്രോഫിൽ പ്രിഡോമിനന്റ് ആയിട്ട് വരുന്ന ലിംഫോസൈറ്റോസിസ് ഉണ്ടാവും. ഓക്കെ, ലൂക്കോസൈറ്റോസിസ് ഉണ്ടാവും. ന്യൂട്രോഫിൽ പ്രിഡോമിനന്റ് ആയിട്ട് വരുന്ന ഇൻക്രീസ്ഡ് WBC, പിന്നെ സാൽമൺ കളേർഡ് റാഷ്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. ഒന്ന് ഫീവർ, ഒന്ന് റാഷസ്, ഒന്ന് ജോയിന്റ് പെയിന്. അപ്പൊ റാഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൽമൺ കളേർഡ് റാഷസ് ഓൺ ചെസ്റ്റ് ആൻഡ് അബ്ഡോമൻ. ഓക്കെ, പിന്നെ ഇതിന്റെ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there will be very high ferritin levels. ഓക്കെ, ഫെറിറ്റിൻ ലെവൽസ് ഇവിടെ കൂടുതലായിരിക്കും. അതുപോലെ റൊമറ്റോയിഡ് ഫാക്ടറും ANAയും യൂഷ്വലി നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള ഓട്ടോ ആന്റിബോഡീസ് നെഗറ്റീവ് ആയിരിക്കും നമുക്ക് സ്റ്റിൽസ് ഡിസീസിൽ. നമ്മൾ ഓൾറെഡി നേരത്തെ ബോക്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, സിസ്റ്റമിക് ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസിൽ ഓട്ടോ ആന്റിബോഡീസ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അഡൽട്ട് സ്റ്റിൽസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇവിടെ ഫെറിറ്റിൻ ലെവൽസ് കൂടുതലായിരിക്കും. ഓക്കെ, which of the following is not a characteristic deformity associated with RA? Not a characteristic ആണ് ചോദ്യം. Swan neck deformity, Heberden norm, Buttoner deformity, ulnar deviation. Ulnar deviation. Ulnar deviation. B. Abundance. B. Not a characteristic deformity ആണ്. അപ്പോൾ B ആണ്. Heberden's not OA അല്ലേ വരുന്നത്. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Then RF in RA is important because rheumatoid factor in RA is important because RA factor is associated with the bad prognosis. Absent RA factor rules out the diagnosis of RA. It is very common in childhood RA. It correlates with the diagnosis of disease. ഇതാണ് ആൻസർ വരിക. D. A. ഡയഗ്നോസ്റ്റിക് ആസ്പെക്റ്റിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല RF. ഓക്കെ, നമുക്ക് പ്രോഗ്നോസ്റ്റിക് ആയിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ A will be the answer. Which of the following is least likely to be associated with the Sjogren syndrome? Dry eyes, dry mouth, parotidial enlargement, systemic manifestations. D. എക്സ്ട്രാ ഗ്ലാൻഡുലർ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവാം, പക്ഷെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, RF in RA is ഏതാണ്? IgG ആണോ, M ആണോ, A ആണോ, D ആണോ? IgM. Type of anemia seen in RA? Monocytic pneumochronic. False positive RF can be associated with all except ആണ് ചോദ്യം. ഓക്കെ, അത് RF കിട്ടാത്ത ഏതാണ് ഡിസീസ് എന്നാണ് ചോദ്യം. ഫാൾസ് പോസിറ്റീവ് RF ഏതാണ്? ഡിയോ? ഏത് ഓപ്ഷൻ പറഞ്ഞ കേട്ടില്ല. വൈ? ആൻസർ A ആണ്. IBD-യിൽ നമ്മൾ IBD ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർത്രൈറ്റിസ് എൻട്രോപ്പതിക് ആർത്രൈറ്റിസ് ആണ്. എൻട്രോപ്പതിക് ആർത്രൈറ്റിസ് നമ്മൾ അവിടെ സീറോ നെഗറ്റീവ് സ്പോണ്ടൈലോ ആർത്രപ്പതി ആയിട്ടാണ് നമ്മൾ എൻട്രോപ്പതിക്ക് പഠിക്കുന്നത് അല്ലേ? സീറോ നെഗറ്റീവ് ആയിട്ടല്ലേ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൊമറ്റോയിഡ് ഫാക്ടർ നെഗറ്റീവ് ആയിരിക്കും എൻട്രോപ്പതിക്ക്. അപ്പോൾ അതുകൊണ്ട് IBD ആണ് എൻ്റെ ആൻസർ വരുന്നത്. ഇപ്പോൾ HBsAg എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസിന്റെ ആണ്. VDR എന്ന് പറഞ്ഞാൽ സിഫിലിസിന്റെ ആണ്. വൂംസ് ടെസ്റ്റ് നമുക്ക് കിട്ടുന്നത് SLE-യിലാണ് കേട്ടോ. SLE-യിൽ നമുക്ക്
ഹീമോളിറ്റിക് അനീമിയ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂംസ് ടെസ്റ്റ് അവിടെ പോസിറ്റീവായിട്ട് കിട്ടും. അപ്പോൾ അത് SLEയുടേതായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ SLEയിലും നമുക്ക് റുമറ്റോയ്ഡ് ഫാക്ടർ കിട്ടും. അപ്പോൾ ആൻസർ A ആണ് വരുന്നത്. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. So next is macrophage activation syndrome is most commonly seen in association with. അറിയാമോ ഇതിന്റെ ആൻസർ? അറിയാമോ? പഠിപ്പിച്ചില്ല. സി. Okay. So macrophage activation syndrome is most commonly seen in association with juvenile rheumatoid arthritis ആണ്. അപ്പോൾ എന്താണ് ഈ macrophage activation syndrome എന്ന് പറയുന്നത്? ഇത് റുമാറ്റിക് ഡിസീസ് ആൻഡ് റുമറ്റോയ്ഡ് ഫാക്ടർ നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ANA റുമറ്റോയ്ഡ് ഫാക്ടർ ഒക്കെ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഇതിന് HLA-B27, ഇനി പറയാൻ പോകുന്ന എല്ലാത്തിലും HLA-B27 അസോസിയേഷൻ ആണ് പറയുന്നത്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് MCQസിൽ. ഓക്കെ, അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിന് മെയിൽ പ്രിഡോമിനൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ ഫെമിലിയൽ പ്രീഡിസ്പോസിഷൻ ഉണ്ട്. കൂടുതലും യങ് ഏജിലാണ് ഇത് വരുന്നത്. സോ ദർ വിൽ ബി ഓൺസെറ്റ് യൂഷ്വലി ബിഫോർ ദി ഏജ് ഓഫ് 40. പിന്നെ പ്രസന്റേഷൻ എങ്ങനെയാണ്? നമ്മൾ ആദ്യം ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഒരു ഒലിഗോ ആർത്രൈറ്റിസ്, ഇപ്പോൾ റീറ്റേഴ്സ് ഡിസീസ്, എൻഡോപ്പതിക് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ഇതെല്ലാം ഒലിഗോ ആർത്രൈറ്റിസിന്റെ വെറൈറ്റിയിൽ വരുന്നതാണ്. ആൻഡ് ഇറ്റ് വിൽ ബി എസിമെട്രിക്കൽ. പിന്നെ സാക്രോ ഇലിയാക് ജോയിന്റ് ഇൻവോൾവ്മെന്റ് ആണ് മെയിൻലി പറയുന്നത്. ഓക്കെ, പിന്നെ ലാർജ് ജോയിന്റ്സ് ഒക്കെ മെയിൻ എഫക്ട് ചെയ്യാം, സ്പൈൻ എഫക്ട് ചെയ്യാം. പിന്നെ എൻഡോസൈറ്റിസ്. ഓക്കെ, എൻഡോസൈറ്റിസ് ഇതിന്റെ മെയിൻ ഫീച്ചർ ആണ്. പിന്നെ എക്സ്ട്രാ ആർട്ടിക്കുലർ മാനിഫെസ്റ്റേഷനിൽ കൂടുതലും കിട്ടുന്നത് യുവൈറ്റിസ് ആണ്. ഓക്കെ, യുവൈറ്റിസ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മൈനോറിറ്റി. പിന്നെ സ്കിൻ എഫെക്ഷൻസും ജെനേറ്റോ യൂറിനറി ട്രാക്ട് എഫെക്ഷൻസും ഒക്കെ എക്സ്ട്രാ ആർട്ടിക്കുലർ ഫീച്ചേഴ്സ് ആയിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം എന്താ പറയുന്ന ഇനി പറയാൻ പോകുന്ന സീറോ നെഗറ്റീവ് സ്പോണ്ടൈലോ ആർത്രൊപ്പത്തീസിന്റെ കോമൺ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്ന ആർത്രൈറ്റിസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ പിയർ എന്ന ന്യൂമോണിക്കിലാണ് നമ്മൾ സാധാരണ ഇത് പഠിക്കുന്നത് അല്ലെ. ഒന്ന് സോറിയാറ്റിക് ആർത്രൈറ്റിസ്, രണ്ട് എൻഡോപ്പതിക് ആർത്രൈറ്റിസ്, പിന്നെ അങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്, റിയാക്റ്റീവ് ആർത്രൈറ്റിസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസിൽ വരുന്നത്. ഇത് മറന്നു പോകരുത്. ഇതിന് HLA-B27 അതിലാണ് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ HLA ടൈപ്സ്. അപ്പൊ ഇത് കുറച്ച് HLA ടൈപ്സ് ആണ്. HLA-B27 നമ്മൾ സീറോ നെഗറ്റീവ് സ്പോണ്ടൈലോ